രാധേ രാധേ. ഒരു ദിവസം സ്വാമി വിവേകാനന്ദനെ കാണാൻ പണ്ഡിതനായ ഒരാൾ സ്വാമിജിയുടെ അടുത്തെത്തുന്നു. അടുത്തെത്തിയിട്ട് അയാൾ ഇങ്ങനെ പറയുന്നു: ഈ മന്ത്രത്തിനൊന്നും യഥാർത്ഥത്തിൽ യാതൊരു ശക്തിയുമില്ല, അത് വെറും ഒരു വാക്ക് മാത്രമാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് സ്വാമിജി അയാളോട് തർക്കിക്കാനൊന്നും പോയില്ല. പകരം അയാളെയും കൂട്ടിയിട്ട് തൊട്ടടുത്ത പുഴയരികിലേക്ക് അയാളെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ വളരെ എടുക്കാൻ പ്രയാസമേറിയ ഭാരമേറിയ ഒരു പാറക്കഷ്ണം ഉണ്ടായിരുന്നു. സ്വാമിജി വളരെ കഷ്ടപ്പെട്ടിട്ട് ആ പാറക്കഷ്ണം എടുത്ത് ഉയർത്തുന്നു. ശരിക്കും ആ പാറക്കഷ്ണം ഒന്ന് എടുത്ത് പൊക്കണമെങ്കിൽ കുറഞ്ഞത് 2 പേരെങ്കിലും വേണം. എന്നിട്ടും സ്വാമിജി കഷ്ടപ്പെട്ട് അത് ഉയർത്തുന്നു. എന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന മീൻകച്ചവടക്കാരിയായ ഒരു സ്ത്രീയോട് സ്വാമിജി ഇങ്ങനെ പറഞ്ഞു: വളരെ ഭക്തിയോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി രാമമന്ത്രം നിങ്ങൾ 100 തവണ ഉരുവിടൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമിജി പറഞ്ഞതനുസരിച്ച് ആ സ്ത്രീ കണ്ണടച്ച് വളരെ ഭക്തിപൂർവം പൂർണ്ണ വിശ്വാസത്തോടും കൂടി രാമമന്ത്രം 100 തവണ ഉരുവിടുന്നു. എന്നിട്ട് വീണ്ടും ആ സ്ത്രീ സ്വാമിജി പറഞ്ഞതനുസരിച്ച് സ്വാമിജി എടുത്ത അതേ പാറക്കഷ്ണം വളരെ എളുപ്പത്തിൽ ലാഘവത്തോടു കൂടി എടുക്കുന്നു. എടുത്തിട്ട് ഒരു പൂ പറിക്കുന്ന അതേ എളുപ്പത്തോടു കൂടി ആ പാറക്കഷ്ണം അവർ പുഴയിലേക്ക് വലിച്ചെറിയുന്നു. ഇത് കണ്ടിട്ട് ആ പണ്ഡിതൻ വളരെ അത്ഭുതപ്പെടുന്നു. അങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ആ പണ്ഡിതനോട് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറയുന്നു: ഇതാ വാക്കിന്റെ ശക്തിയൊന്നുമല്ല, അവരുടെ മനസ്സിലുണ്ടായിരുന്ന വിശ്വാസമാണ് ഈ പ്രവൃത്തി കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, സ്വാമിജി വീണ്ടും അയാളോട് ഇങ്ങനെ പറയുന്നു: ഒരുപാട് സംശയങ്ങളുള്ള മനസ്സ് വളരെ ദുർബലമായിരിക്കും. എന്നാൽ മനസ്സിൽ സംശയങ്ങൾ യാതൊന്നുമില്ല, ഒരേ ശ്രദ്ധ മാത്രമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ കഴിയും. അങ്ങനെയുള്ള മനസ്സിന് ഏത് മലയെപ്പോലും നീക്കാൻ പറ്റും. അത്ര ശക്തിയാണ് അങ്ങനെയുള്ള ഒരു മനസ്സ് എന്ന് സ്വാമിജി അയാളോട് പറയുന്നു.